എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിതാര. എല്ലാ സാരഗമ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മേ ഗോഡ് ബ്ലെസ് യു വിത്ത് ഓൾ ഗുഡ് തിങ്സ് ഓൺ എർത്ത്. ആയിരം ബദറുകൾ പൂത്തൊളിവോ, സുരവനിയിൽ പൂത്ത സുമവതിയോ. ഹാജത്തിൻ മണിമാരൻ വന്നണഞ്ഞു, മൈലാഞ്ചി കൈ രണ്ടും അവൻ പിടിച്ചു. ആയിരം ബദറുകൾ പൂത്തൊളിവോ, സുരവനിയിൽ പൂത്ത സുമവതിയോ. ഹാജത്തിൻ മണിമാരൻ വന്നണഞ്ഞു, മൈലാഞ്ചി കൈ രണ്ടും അവൻ പിടിച്ചു. ആയിരം ബദറുകൾ പൂത്തൊളിവോ, സുരവനിയിൽ പൂത്ത സുമവതിയോ. ഞാനൊരു 4 വയസ്സ് മുതലാണ് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു തുടങ്ങിയത്. ബേസിക്സ് ഒക്കെ ഞാൻ പഠിച്ചത് കർണാട്ടിക് ക്ലാസിക്കലാണ്. ഓൾമോസ്റ്റ് ഒരു 10th സ്റ്റാൻഡേർഡ് വരയ്ക്കും ശ്രീ രാമനാട്ടിലെ സതീശൻ മാസ്റ്ററും പാല സി കെ രാമേന്ദ്രൻ സാറിൻ്റെയും കീഴിലായിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നീടൊരു +2 ആ ഒരു സമയമായപ്പോഴാണ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് പെർസ്യൂ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം 2 സ്ട്രീമുകളും തമ്മിലുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് രണ്ടും തമ്മിൽ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം പിന്നീട് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് കണ്ടിന്യൂ ചെയ്യായിരുന്നു. എൻ്റെ അതുവരെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹവും തീർച്ചയായിട്ടും ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഹിന്ദുസ്ഥാനി ഗുരുവിൻ്റെ പേര് ഉസ്താദ് ഫയാസ് ഖാൻ. ഫയാസ്ജിയുടെ അടുത്താണ് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൽക്കട്ടയിൽ രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഖയാൽ മ്യൂസിക്കിൽ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ഉള്ളിലുള്ള തെറ്റുകളെ തിരുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രോസസ്സിലൂടെയാണ് എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ തെറ്റുകൾ തിരിച്ചറിയുന്നതിന് പരിമിതികളുണ്ട്. അതിന് നമുക്ക് നല്ല ഗുരുക്കന്മാർ എപ്പോഴും ആവശ്യമാണ്. അപ്പം എല്ലാ കാലത്തും എനിക്ക് മികച്ച ഗുരുക്കന്മാരെ കണ്ടുപിടിച്ച് തന്നതിൽ ഞാൻ എൻ്റെ പേരൻസിനോട് എപ്പോഴും താങ്ക്ഫുള്ളാണ്. ഇപ്പോഴും അതെ. ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് പഠിക്കുമ്പോഴും അവരല്ലാത്തപ്പോഴും ഒക്കെ തന്നെ അവരുടെ ഒരു എന്താ പറയുക, ആ ഒരു പ്രസൻസൊക്കെ എപ്പോഴും ഞാൻ അനുഭവിക്കാറുണ്ട് പാടുമ്പോൾ. പിന്നെ നമ്മൾ മുൻപ് നിന്ന് പഠിക്കുന്ന ആളുകൾ മാത്രമല്ല, പരിചയപ്പെടുന്ന സംഗീതമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഒരു ചെറിയ കുട്ടിയിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ പഠിക്കാണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പാടിയിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലാണ്, തമിഴ്, മലയാളം, കന്നഡ, തെലുഗു. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷ മലയാളം പാടുന്ന അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല മറ്റു ഭാഷകൾ. പക്ഷേ നമ്മളവിടെ ഗൈഡ് ചെയ്യാൻ, ഏത് സ്ഥലത്താണെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ സംഗീതത്തിന് കൺസീവ് ചെയ്ത് പുറത്ത് കൊണ്ടുവരുന്ന മ്യൂസിക് ഡയറക്ടറാണെങ്കിലും ലിറിസിസ്റ്റും ഡയറക്ടറും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ഗൈഡൻസ് എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വന്ന് പാടുന്നതുകൊണ്ട് അവർ എക്സ്ട്രാ ഒരുപാട് ശ്രദ്ധ തരാറുണ്ട് തെറ്റാതിരിക്കാൻ. പിന്നെ നമ്മളും പരമാവധി തെറ്റ് വരാതിരിക്കാനും അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പാടാനും ഏതൊരു ഭാഷയ്ക്കും കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്തുകൊണ്ട് പാടാൻ പരമാവധി ശ്രമിക്കും. കസവിന്റെ തട്ടമിട്ട് നാണിച്ചിടല്ലേ
ആയിരം ബദറുകൾ പൂത്തൊളിവോ സുരവനിയിൽ പൂത്ത സുമവതിയോ ഹാജത്തിൻ മണിമാരൻ വന്നണഞ്ഞു മൈലാഞ്ചി കൈ രണ്ടും അവൻ പിടിച്ചു ആയിരം ബദറുകൾ പൂത്തൊളിവോ സുരവനിയിൽ പൂത്ത സുമവതിയോ ഹാജത്തിൻ മണിമാരൻ വന്നണഞ്ഞു മൈലാഞ്ചി കൈ രണ്ടും അവൻ പിടിച്ചു ആയിരം ബദറുകൾ പൂത്തൊളിവോ സുരവനിയിൽ പൂത്ത സുമവതിയോ ഹാജത്തിൻ മണിമാരൻ വന്നണഞ്ഞു മൈലാഞ്ചി കൈ